കവടിയാർ വാർഡിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി കെ ശബരിനാഥന്റെ പ്രചരണം തുടരുകയാണ്. വലിയ പ്രതീക്ഷയോടുകൂടി ആത്മവിശ്വാസത്തോടുകൂടി പ്രചരണം മുന്നോട്ട് പോവുകയാണല്ലേ? അല്ല, വളരെ നന്നായിട്ട്. നമ്മൾ ഇന്ന് രാവിലെ 7:30 മണിക്കാണ് പ്രചരണം ആരംഭിച്ചത്. അവിടെ വാർഡ് പ്രസിഡന്റ് ശിവൻചേട്ടൻ അടക്കം, മണ്ഡലം പ്രസിഡന്റ് അരുണ്, പഴയ കൌൺസിലേഴ്സ് സവിച്ചേച്ചി, പുള്ളിച്ചേട്ടൻ അടക്കം, സാറടക്കം, അല്ല എല്ലാവരും, ഈ സമയം അടക്കം എല്ലാവരും ഇവിടുത്തെ ഏറ്റവും ശക്തമായിട്ട് കോൺഗ്രസിന് സിറ്റിയിൽ സംഘടനാ സംവിധാനമുള്ള നല്ല കോൺഗ്രസ്സുകാരുള്ള സ്ഥലമാണ് ഈ കവടിയാർ വാർഡ്, ഈ പ്രദേശവും. അപ്പൊ അവര് നേരത്തെ നല്ല വർക്ക് നടത്തിയിട്ടുണ്ട്. അവർ നടത്തിയ ഗ്രൗണ്ട് വർക്കിൽ ഞാൻ ഇന്നുകൂടെ ഇറങ്ങുന്നു. അപ്പൊ നന്നായിട്ട് നമ്മുടെ ഈ വാമപ്പ് നടക്കുന്നുണ്ട് ഇവിടെ. കഴിഞ്ഞ തവണ ഒരു വോട്ടിന് ജയിച്ച വാർഡാണെന്ന് കൂടിയുണ്ട്. അതെ അതെ, സഹിച്ചാണ്ട് ഒരു വോട്ടിന് സഹിച്ചു ഇവിടെ നിൽക്കുന്നുണ്ട്. ഒരു ഒറ്റ വോട്ടിനാണ് ജയിച്ചത്. ഒരു ഒറ്റ വോട്ടിനാണ് ജയിച്ചെങ്കിലും 5 വർഷം ഞങ്ങൾ പൂർത്തിയാക്കിയില്ലേ? വിജയകരമായി നമ്മൾ പൂർത്തിയാക്കി, ഭംഗിയായി പൂർത്തിയാക്കി. അതിനു മുമ്പ് ജയിച്ച ശ്രീ ഇത് കെ മുരളീധരൻ, കെ മുരളീധരനായിരുന്നു. അതിനു മുമ്പ് സതിചേച്ചിയായിരുന്നു. പിന്നെ വാർഡ് പ്രസിഡന്റ് ശിവൻചേട്ടനടക്കം. അതാണ് നല്ല ശക്തമായിട്ടുള്ള ഒരു ടീം വർക്കാണ് ഇവിടെ ഉള്ളത്. ബിജെപിയുടെ പ്രതീക്ഷയും ഈ അത്ര അധികം ശക്തി അവർക്കുള്ള ഒരു വാർഡായിട്ട് അവരും കാണുന്നു. ബിജെപിയുടെ മുൻ ജില്ലാ അധ്യക്ഷൻ വി രാജേഷിന്റെ പേരടക്കം ഇവിടെ കേൾക്കുന്നുമുണ്ട്. അല്ല, തീർച്ചയായിട്ടും അത് ബിജെപിക്ക് എന്തായാലും അവരുടെ ഒരു കാൻഡിഡേറ്റ്, അവർ നല്ല കാൻഡിഡേറ്റിനെ വെക്കാൻ എല്ലാ പാർട്ടികളും നോക്കും. എല്ലാ പാർട്ടികളുടെ അവകാശവുമാണ്. പക്ഷെ ഇത്തവണ കൃത്യമായ രാഷ്ട്രീയം പറഞ്ഞുകൊണ്ട്, തിരുവനന്തപുരത്തിന്റെ മാനിഫെസ്റ്റോ പറഞ്ഞുകൊണ്ട്, കവടിയാറിൽ ചെയ്യാൻ പറ്റുന്ന കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട്, ഞാൻ പറഞ്ഞല്ലോ, തിരുവനന്തപുരത്തുള്ള എല്ലാ വിഭാഗങ്ങളിലുള്ള ആളുകൾക്കും ജീവിക്കാൻ കഴിയുന്ന നാളത്തെ നഗരമായി തിരുവനന്തപുരത്തെ മാറ്റിയെടുക്കുക. ഇവിടെയുള്ള എത്രയോ വീടുകളിൽ ആ വീടുകൾ പോകുമ്പം പ്രായമുള്ള അമ്മമാരും അച്ഛന്മാരും ഒക്കെയാണ്. മക്കളൊക്കെ വരില്ല. എന്റെ കൂടെ പഠിച്ച ആൾക്കാർ വരെയുണ്ട്. അവർക്കൊരു ആവശ്യം ഉണ്ടെങ്കിൽ പോലും മക്കളെ US നിന്നൊക്കെ വിളിക്കണം. ആ ഒരു അവസ്ഥ ഉണ്ടാക്കി നാട്ടിൽ ജോലി ഇല്ലാത്തതുകൊണ്ടല്ലേ. അപ്പൊ നമ്മുടെ നാട്ടിലേക്ക് ട്രിവാൻഡ്രം ഒരു ബ്രാൻഡാണ്. ഏറ്റവും മികച്ച വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ഏറ്റവും കൂടുതൽ തൊഴിലാശയങ്ങൾ വരണം, ഇത്രയും മെഡിക്കലായിട്ട് ആളുകളുണ്ട്. അപ്പം ഒരു കമ്പാക്ട് ട്രിവാൻഡ്രം എന്നുള്ള സ്ലോഗോ പോലെ മനസ്സിൽ വെച്ചുകൊണ്ട് തിരുവനന്തപുരം എന്ന ബ്രാൻഡിനെ വളർത്തിയെടുത്ത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച നഗരമാക്കുക, അതിന്റെ ഒരു വലിയ ഭാഗം കവടിയാർ ഉണ്ടാക്കുക എന്നുള്ളതാണ് ലക്ഷ്യം. എല്ലാവർക്കും ജീവിക്കാൻ കഴിയുന്ന നാട്. കോൺഗ്രസിന് 2ാം പട്ടികയും ഇന്നലെ പുറത്തു വന്നിട്ടുണ്ട്. LDFന്റെയും BJPയുടെയും പട്ടികയൊന്നും ആയിട്ടില്ല. BJPയിലാണെങ്കിൽ വലിയ പ്രശ്നങ്ങളുണ്ടെന്ന തരത്തിൽ സൂചനകളൊക്കെ വരും. ഇന്നലെ നേമത്തെ ഏരിയ പ്രസിഡന്റ് അടക്കം, പാർട്ടി ഏരിയ പ്രസിഡന്റ് അടക്കം രാജിവെച്ചിട്ടുണ്ട്. അതൊക്കെ എങ്ങനെയാണ് എതിരാളികൾ വരുന്നതിന് ബഹുദൂരം മുന്നോട്ട് ഓടിയെത്താൻ പറ്റുമെന്നാണ്? നമ്മുടെ കാര്യം മാത്രമേ പറയുന്നുള്ളൂ. നമ്മൾ മുന്നിലാണ്. നമ്മൾ ചിട്ടയായിട്ടുള്ള വർക്ക് നടത്തിയിട്ടുണ്ട്. മറ്റു പാർട്ടികളിൽ ആവശ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാം. നമ്മളതൊന്നും ബോധർ ചെയ്യുന്നില്ല. അവരോട് എന്തായാലും ഇലക്ഷൻസ് കാൻഡിഡേറ്റ് ഇല്ലാതിരിക്കത്തില്ലല്ലോ. പക്ഷെ നമ്മൾ നന്നായിട്ടുള്ള വർക്ക് നടത്തി നമ്മുടെ രാഷ്ട്രീയം പറഞ്ഞുകൊണ്ട് കോൺഗ്രസ് LDF 40 വർഷം ഈ കോർപ്പറേഷൻ എങ്ങനെ ഇല്ലാതാക്കി, BJP, ഞാൻ ഉദാഹരണം പറയാം, BJPയുടെ ഗവേണൻസ് പറയുമ്പോഴത്തേക്കും 2 സ്ഥലങ്ങളിലാണ് ജനങ്ങൾ അവർക്ക് അവസരം കൊടുത്തത്. ഒന്ന് പാലക്കാട് മുനിസിപ്പാലിറ്റി, 2 പന്തളം മുനിസിപ്പാലിറ്റി. പന്തളം മുനിസിപ്പാലിറ്റിയിൽ അവിടെ ഉള്ള ബഹളം കേരളം മൊത്തം കണ്ടതാണ്. ആ പാലക്കാട് ബൈഇലക്ഷൻ മുനിസിപ്പാലിറ്റിയുടെ ഒരു തെരുവ് വിളക്കോലും ഇല്ല. പാലക്കാട് മുനിസിപ്പാലിറ്റി ചെയ്യേണ്ട പ്രധാന സ്ഥലങ്ങളിൽ പോലും. അപ്പൊ BJPക്ക് 2 സുവർണാവസരം അവരുടെ വാക്ക് ഉപയോഗിച്ചുകൊണ്ട് കൊടുക്കുകയാണെങ്കിൽ ജനം കൊടുത്തു. ഒന്ന് പന്തളം മുനിസിപ്പാലിറ്റി, ഒന്ന് പാലക്കാട് മുനിസിപ്പാലിറ്റി. കേരളത്തിലെ ഏറ്റവും മോശപ്പെട്ട മുനിസിപ്പാലിറ്റിയായിട്ട് മാറിയിരിക്കുകയാണ്. പിന്നെ തിരുവനന്തപുരം കോർപ്പറേഷൻ കാര്യവും നമുക്കറിയാം. അതുകൊണ്ട് ഗവേണൻസ് മോഡൽ ട്രസ്റ്റഡ് ബ്രാൻഡായിട്ടുള്ള കോൺഗ്രസ് ആണ് ചെയ്തിട്ടുള്ളത്. ആ കോൺഗ്രസിന്റെ വിശ്വാസ്യതയിൽ നമ്മൾ ശക്തമായിട്ടുള്ള പ്രവർത്തനം നടത്തി മുന്നോട്ട് വരും. എന്താണ് ശരിക്കും തിരുവനന്തപുരത്ത് എങ്ങനെ വികസിപ്പിക്കാം? കാരണം നേരത്തെ ബാഴ്സലോണ ടിൻ സിറ്റി എന്ന തരത്തിലുള്ള ഒരു പ്രചരണം ഉണ്ടായിരുന്നു. ഇപ്പൊ രണ്ട് മുന്നണികളും അവരുടേതായ ഒരു പ്രകടന പത്രിക പുറത്തിറക്കുമ്പോൾ അതിൽ ജനങ്ങളുടെ നിർദ്ദേശം കൂടി സ്വീകരിക്കുന്നു. അങ്ങനെ എന്തെങ്കിലും സംവിധാനം നമ്മളെ ജനങ്ങളുടെ സ്വീകരിച്ചുകൊണ്ട് തന്നെ മാനിഫെസ്റ്റോയിൽ കടക്കുകയാണ്. പക്ഷേ എന്നോട് ഇപ്പോൾ ഒരു ആകത്തുക ചോദിക്കുകയാണെങ്കിൽ, മറ്റൊരു UDF നേതാക്കൾ പറയും, എന്നോടൊരു ആകത്തുക ചോദിക്കുകയാണെങ്കിൽ എല്ലാവർക്കും ജീവിക്കാൻ കഴിയുന്ന നാളത്തെ തിരുവനന്തപുരം. അതിൽ ഫ്യൂച്ചറുണ്ട്, സമത്വമുണ്ട്, ഹാർമണിയുണ്ട്, മതനിരപേക്ഷതയുണ്ട്, തൊഴിലുണ്ട്, കാഴ്ചപ്പാടുണ്ട്. തിരുവനന്തപുരം അല്ലെങ്കിലും അങ്ങനെ തന്നെ എല്ലാവർക്കും ജീവിക്കാൻ പറ്റുന്ന ഒരു നഗരമായിട്ട് തന്നെ കാണുന്നതാണ് എല്ലാ ആളുകളും. അതിൽ കുറച്ചുകൂടി ഒരു ഹൈടെക്കായി നമ്മൾ അങ്ങനെ ഒരു വികസനം കൂടി ഉണ്ടാവും. ഞാൻ പറയട്ടെ, എല്ലാവർക്കും ജീവിക്കേണ്ട നഗരം എന്ന് പറയുമ്പോഴത്തേക്കും നിങ്ങൾ തന്നെ കൊടുത്തൊരു വാർത്തയാണ്. ഉപ്പടാമൂട് പാലത്തിന് കീഴിൽ മഞ്ചിയൂരിൽ, അത് ഏത് പാർട്ടിയാണെന്ന് ഞാൻ പറയുന്നില്ല, ഒരു സ്ഥലത്ത് കൊച്ചുകുട്ടികൾ മണ്ണ് കഴിച്ചുകൊണ്ടിട്ട് അവരെ കൊണ്ട് ശിശുക്ഷേമ സമിതിയിൽ ഉണ്ടാക്കിയ വാർത്ത നിങ്ങൾ റിപ്പോർട്ട് ചെയ്തല്ലേ? അപ്പൊ എല്ലാവർക്കും ജീവിക്കാൻ കഴിയുമായിരുന്നേ? കഴിക്കാൻ പറ്റുന്നില്ല. ഇവിടെ പ്രായമുള്ള നല്ല സാമ്പത്തിക സൗകര്യമുള്ള ജവഹർലാലിലെ IAS റിട്ടയർഡ് ആൾക്കാർക്ക് അവരുടെ മക്കള് നാട്ടിലില്ല. അവർക്കൊരു ആരോഗ്യ പ്രശ്നം ഉണ്ടെങ്കിൽ അമേരിക്ക വിളിക്കണം. അവർക്ക് നേരെ ജീവിക്കാൻ കഴിയുന്നുണ്ടോ? ഇതൊക്കെ ആലോചിക്കണം. ജീവിതമെന്ന് വെച്ചാൽ പണവും ധനവും മാത്രമല്ല. ഇവിടെ ഉപ്പടാമൂട് പാലത്തിന് കീഴിൽ ആ മണ്ണ് കഴിച്ച കുട്ടികൾ മുതൽ മക്കൾ അമേരിക്കയിൽ നിൽക്കുന്ന ഈ കവടിയാർ വാർഡിലെ റിട്ടയറായ ദമ്പതികൾക്ക് വരെയുള്ള ഒരു താങ്ങും തണലുമായി കോൺഗ്രസ് ഉണ്ടാകും. വ്യക്തമായി എല്ലാവർക്കും നന്നായി ജീവിക്കാൻ എല്ലാവർക്കും നന്നായി ജീവിക്കാൻ കഴിയുന്ന നാളത്തെ നഗരം.
അതുതന്നെയാണ് കോൺഗ്രസിന്റെ പ്രതീക്ഷ, അതുതന്നെയാണ് അവരുടെ മേയർ സ്ഥാനാർത്ഥി കെ എസ് ശബരിനാഥന്റെയും പ്രതീക്ഷ. അങ്ങനെ ഒരു നഗരമായ തിരുവനന്തപുരത്തെ മാറ്റിയെടുക്കാനുള്ള ശ്രമങ്ങളിലാണ്. ആ വാഗ്ദാനമാണ് കോൺഗ്രസ് ഇത്തവണ തലസ്ഥാന നഗരത്തിൽ ജനങ്ങൾക്ക് മുമ്പാകെ വെക്കുന്നത്. ഏതായാലും ശബരിനാഥന്റെ പ്രചരണം എതിർ സ്ഥാനാർത്ഥികൾ എതിർ മുന്നണികൾ സ്ഥാനാർത്ഥികൾ തീരുമാനിക്കും മുമ്പ് തന്നെ വളരെ വേഗം കോൺഗ്രസ് പ്രചരണവുമായി മുന്നോട്ട് പോവുകയാണ്. കവടിയാർ വാർഡിൽ എല്ലാ വീടുകളിലും ശബരിനാഥൻ വോട്ട് ചോദിച്ച് എത്തുകയാണ്. വലിയ സ്വീകാര്യത ലഭിക്കുന്നുണ്ടെന്ന് തന്നെയാണ് അദ്ദേഹത്തിന്റെ ആത്മവിശ്വാസം.